കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്ന് 10:30 ഉണ്ടായ ഈ ദാരുണമായ സംഭവം ഇത് നിലവിൽ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നിലവിൽ വകുപ്പ് മന്ത്രിക്കും അതുപോലെ തന്നെ ഇത് ഇവിടുത്തെ മെഡിക്കൽ സൂപ്രണ്ടിനുമൊക്കെ ഇതിൽ വലിയ പങ്കുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ 7 വർഷമായി ഈ ബിൽഡിങ്ങിന് പെർമിറ്റ് ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ PWD ഇത് പൊളിച്ചു മാറ്റണമെന്ന് നിലവിൽ ഇവിടുത്തെ സൂപ്രണ്ടിനോട് ആവശ്യപ്പെട്ടതാണ്. അതുപോലെ തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഇങ്ങനെ ഒരു അപകടങ്ങളൊക്കെ ഉണ്ടായാൽ ഇങ്ങോട്ട് വാഹനങ്ങൾ കടന്നു വരാനുള്ള സൗകര്യങ്ങളില്ല എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു വിഷയം നിലനിൽക്കെ ഈ കോട്ടയം മെഡിക്കൽ കോളേജിനെ പറ്റി നമ്മൾ മനസ്സിലാക്കേണ്ടത് 4-5 ജില്ലകൾ ഇതിനെ ആശ്രയിക്കുന്നുണ്ട്. നിലവിൽ രോഗികൾ 4-5 ജില്ലയിലെ രോഗികൾ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഒരു അനാസ്ഥ ഈ വിഷയത്തിൽ നടത്തിയത് വളരെ ഗൗരവമായി തന്നെ നമ്മൾ കാണണം. അതുപോലെ തന്നെ ഇവിടെ ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ മന്ത്രി പറഞ്ഞത്, ആരോഗ്യവകുപ്പ് മന്ത്രി പറഞ്ഞത് അത് 11-14 വാർഡുകളിൽ രോഗികളില്ലായിരുന്നു എന്നാണ്. 11-14 വാർഡുകൾ രോഗി ഉണ്ടായിരുന്നു എന്നുള്ളത് നിലവിൽ നമുക്ക് മനസ്സിലാക്കും. അതുതന്നെ അവിടുത്തെ രോഗികളെ ഈ ബിൽഡിംഗ് ഇടിഞ്ഞു വീഴുന്നതിന് ശേഷമാണ് മാറ്റിയത്. അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയാണ്, വൈക്കം തലയോലപ്പറമ്പ് സ്വദേശിയായ ബിന്ദു എന്ന് പറയുന്ന സ്ത്രീ മരണപ്പെട്ടത് 14-ാം വാർഡിൽ രോഗികൾക്ക് കൂട്ടിരുന്ന ഒരു സ്ത്രീയാണ് മരണപ്പെട്ടത്. അതുപോലെ തന്നെ ഇവിടെ ഈ ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ആ പ്രസ്താവന ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഇവിടെ തിരച്ചിൽ വൈകിയത്. 2 മണിക്കൂറാണ് തിരച്ചിൽ വൈകിയത്. ഇതിലടിയിൽ ആരും പെട്ടിട്ടില്ല എന്ന വേണ്ടത്ര പരിശോധനകളില്ലാതെ വേണ്ടത്ര അന്വേഷണങ്ങൾക്ക് വിധേയമാക്കാതെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു മന്ത്രി ഈ വിഷയങ്ങൾ പറഞ്ഞത് നിലവിൽ അതുകൊണ്ട് മാത്രമാണ് ഇവിടെ 2 മണിക്കൂർ വൈകിയിട്ടുള്ളത്. ഇതിൻ്റെ തിരച്ചിൽ 2 മണിക്കൂർ വൈകിട്ടുള്ളത്. അതുകൊണ്ട് ഇതൊരു വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവർ ഇതിൽ മറുപടി പറയുക തന്നെ വേണം. അതോടൊപ്പം തന്നെ ഇവിടെ ഈ അപകടത്തിൽപ്പെട്ടവർക്കും ഈ മരണപ്പെട്ടവർക്കും അവർക്ക് അതിന് വേണ്ട നഷ്ടപരിഹാരം സർക്കാർ കൊടുക്കണം എന്നാണ് STPക്ക് പറയുവാനുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ കോട്ടയം ജില്ലാ കമ്മിറ്റി ഇന്ന് 4 മണിക്ക് കോട്ടയം മെഡിക്കൽ സൂപ്രണ്ടിൻ്റെ ഓഫീസിലേക്ക് ഇന്ന് ഞങ്ങളിന്ന് മാർച്ച് നടത്തുന്നുണ്ട്. ഇതിൽ മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഈ മാർച്ചിൽ പങ്കെടുക്കേണ്ടതുണ്ട്. ഈ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇവിടുത്തെ സാധാരണക്കാരായ വളരെ നിർധനരായ രോഗികളാണ് മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കുന്നത്. ഇവിടെ നിലവിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ നിലവിൽ ഈ ആരോഗ്യവകുപ്പിൽ സർക്കാരിൻ്റെ അനാസ്ഥ കാരണം ഇവിടുത്തെ സാധാരണക്കാർ അനുഭവിക്കുന്ന പ്രതിസന്ധി വലുതാണ്. ഈ അനാസ്ഥ അവസാനിപ്പിക്കണമെന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തന്നെ ഇതിൽ ഉത്തരവാദിത്തപ്പെട്ട ഇങ്ങനെയൊരു അപകടമുണ്ടാകാൻ കാരണക്കാരായവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ആവശ്യപ്പെടുകയാണ്.